ആപ്പിൽ കാണുന്നുണ്ടെന്നുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇവർ കസ്റ്റമേഴ്സിൻ്റെ മുകളിലാണ് പലതും ട്രൈ ചെയ്യുന്നത്. നിങ്ങളൊരു ഇൻ്റർകോം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബ്ലൂ ആർമർ ഓബ്വിയസ്ലി നിങ്ങളൊരു ചോയ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ എൻ്റെ ലാസ്റ്റ് 2 ബ്ലൂ ആർമർ ഡിവൈസസിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബസ് കേരള. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ആർമറിൻ്റെ C50 Pro എന്ന് പറയുന്ന ഇൻ്റർകോം ഡിവൈസാണ്. ഇതിനു മുന്നേ C30. അതിനു മുന്നേ പറഞ്ഞ വിശ്വസിക്കില്ല, ബ്ലൂ ആർമർ യൂസ് ടു മേക്ക് എ ഹെൽമെറ്റ് AC. അതും എൻ്റെ അടുത്തുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഒബിയസ്ലി ഫീൽഡ് പ്രൊഡക്റ്റ് ഐ ബിലീവ്. അധികം ആളുടെ ഒന്നും ഞാനത് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാരത് യൂസ് ചെയ്തും കണ്ടിട്ടില്ല. ഞാൻ തന്നെ 2-3 തവണ ഉപയോഗിച്ചിട്ടുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ദേ കെയിം അപ്പ് വിത്ത് ബ്ലൂ ആർമർ C30. സോ C30 ട്രഡീഷണൽ ഇൻ്റർകോം ആയിരുന്നു, നമ്മുടെ ഹെൽമെറ്റിൻ്റെ സൈഡിൽ മൗണ്ട് ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സെനാപ്പറാനിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആണ് അന്ന് എനിക്ക് ഇൻ്റർകോം ഇല്ല. സോ അറിയാലോ, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇവഞ്ച്വലി ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുമ്പോഴാണ് C30 came into picture. Okay, I was discussing with the rest of my friends and they said like, we all use Parani, so why you're going for a different brand? But I was like really interested in this particular brand. ഒന്ന്, എനിക്ക് ഈ ബ്രാൻഡിനെ അറിയാം. നമ്മൾ മുന്നേ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ ഒരു ഹോം ഗ്രോൺ ബ്രാൻഡാണ്. അതായത് ഒരു മേക്ക് ഇൻ ഇന്ത്യ ബ്രാൻഡ് വളരെ നിഷ് സെഗ്മെൻറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ഒബിയസ്ലി നമ്മൾ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണം. സോ then I thought like, I'll buy a Blue Armor C30. Since I have that and then it has that mesh intercom feature, so I started convincing everybody about like upgrading to Blue Armor so that we can communicate each other. Along with C30 there was a rebranded version of Blue Armor that's called S20. അത് TVSൻ്റെ ബ്രാൻഡിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഐഡൻറ്റിക്കൽ ഡിവൈസ്, but the button layout was slightly different. So I started recommending everybody to buy S20 instead of C30 because essentially it's coming from the same brand. It can interoperate. Button layout was slightly better because 3-button layout ആയിരുന്നു, കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരുന്നു. സോ ഒരു ഡ്രോബാക്ക് C30യുടെ ഇതിൻ്റെ ബട്ടൺ ലേഔട്ട് കുറച്ച് ക്രാംപ്ഡ് ആയിരുന്നു. സോ ഈ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. റെസ്റ്റ് ഓഫ് ദ ഗ്യാങ് ഗോട്ട് അപ്ഗ്രേഡഡ് ടു S20. ഫോർ മീ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഇൻ്റർകോം എക്സ്പീരിയൻസ്. നമ്മൾ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളത് ഇതേവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും ചെയ്യണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ റോഡ് ട്രിപ്സ് പോകുന്ന പോലെ ഭയങ്കര രസമാണത്. എനി ഇൻ്റർകോം ഫോർ ദാറ്റ് മാറ്റർ. If you're riding in a group, better to invest on any kind of intercom. So I can communicate, that's a big deal. Right. So, പക്ഷേ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇൻ ദ സെൻസ് ലൈക്ക് പലർക്കും ഹാർഡ്വെയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്പീക്കേഴ്സ് വർക്ക് ചെയ്യാതാവുക, മൈക്ക് വർക്ക് ചെയ്യാതാവുക, ഫ്രീക്വൻറ്റ് റീസെറ്റ്സ് വരിക, അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് റീസ്റ്റാർട്ട്സ് വരിക. ആൻഡ് ദെൻ ഒരുപാട് സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരുപാട് തവണ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കലും, അങ്ങനത്തെ ഡിവൈസ് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യുക, സ്പീക്കർ സെറ്റ് റീപ്ലേസ് ചെയ്യുക. ഫോർ മീ ദ ഡിവൈസ് വാസ് മോർ ഓർ ലെസ് പെർഫെക്റ്റ് അപ്പാർട്ട് ഫ്രം ദ ക്രാംഡ് ബട്ടൺസ്. ഹെൽമെറ്റ് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ ഗ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഈ ബട്ടൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രട്ടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ടു ടൈനി. സെൻറ്റർ ബട്ടൺ ഉപയോഗിക്കാൻ പറ്റും, ലൈക്ക് വോളിയം അപ്പ് ഡൗൺ ആൻഡ് ദെൻ ടോപ്പ് ബോട്ടം, അതൊക്കെ തപ്പിക്കണ്ടുപിടിക്കാനും ഉപയോഗിക്കാനും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. Moving down the line, they announced C50 and C50 Pro. So C50 Pro was a ground up rebuild. So I'll show the product to you. ഇൻ്റർകോംസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള സെനയാണെങ്കിലും കാർഡോ ആണെങ്കിലും എല്ലാം ഈ സൈഡിലാണ് അതിൻ്റെ ഇൻ്റർകോം യൂണിറ്റ് ഉണ്ടാവുക. ദേ മൂവ്ഡ് ഇറ്റ് ടു എ ഡിഫറെൻറ്റ് ലൊക്കേഷൻ. സോ ഇത് പിറകിലാണ് ഇരിക്കുന്നത്. സോ വിൻഡ് ഡ്രാഗ് കുറയും, ഡിസ്ക്രീറ്റ് ആയിട്ടിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് സംതിങ് ലൈക്ക് ഒരു മാഗ്നറ്റിക് ഡോക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ലൈറ്റ് ആൻഡ് ദെൻ ഇനേർഷ്യ ബേസ്ഡ് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതേപോലെ അങ്ങനെ ഇനേർഷ്യ ബേസ്ഡ് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണിത്. നമുക്കിത് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുക്കുക. ഇത്ര ഉള്ള യൂണിറ്റ് എൻ്റെ കൈൻ്റെ ഉള്ളിലിരിക്കും. ഇറ്റ്സ് ദാറ്റ് സ്മോൾ. സോ അപ്പോൾ നമ്മൾ ഇൻ്റർകോം ഉണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ഇസ് ലൈക്ക് നമ്മൾ ബെയർലി ഒരു 800-900 മീറ്റേഴ്സാണ്
കണക്ടിവിറ്റിയിൽ ഉണ്ടാവുള്ളൂ. ഇതിന് പുറത്തേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ കണക്ടിവിറ്റി പോകും. സോ ലെറ്റ്സ് സേ ഇപ്പം നിങ്ങളൊരു സിഗ്നലിൽ നിൽക്കുകയാണ്. സോ ഒരു 5 റൈഡേഴ്സ് മുന്നേ പോയി ഇറ്റ്സ് ലൈക്ക് സ്റ്റക്ക് ഇൻ ദ സിഗ്നൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ഡിസ്കണക്റ്റ് ആവും, പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആവും. ദെൻ യു ഹാവ് ടു ക്യാച്ച് ആൻഡ് ദെൻ അവർ വേറൊരു ഡീവിയേഷൻ എടുത്ത് പോയിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും നിർത്തി ഫോൺ എടുത്ത് വിളിക്കണം. So they addressed that particular issue in this particular model, C50. They said it has E-Ride Grid. E-Ride Grid actually എങ്ങനെയാണെന്ന് വെച്ചാൽ വോയിസ് ഓവർ IP ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. സോ വിൽ ക്രിയേറ്റ് എ ഗ്രൂപ്പ് ആൻഡ് ദെൻ വിൽ കണക്ട് ദ ഡിവൈസ് വിത്ത് ദ ഫോൺ ആപ്പ് ആൻഡ് ദെൻ വെൻ യു റൈഡ്, if you are out of range, the app will make a voice over IP call and add that particular user back to the riding grid so that you can communicate. Too good to be true, right? And then they did a great marketing stunt, an offer that you cannot resist. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ they said like you can send back your C30s or S20s, we will give you a C50 Pro for half the price, right? Very nice deal, because my device was almost 1.5 years. So I thought like, okay, I'm getting exactly the same value of the device which I bought. They said it can connect with your action camera, it can it has E-Ride Grid, it has Mesh 2.0, which is far better, more range, better mesh healing capabilities, all the bells and whistles. Then started calling everyone. They have a irresistible offer, we can trade back the device and then get a far better device, and it addresses this particular problem that we always face, that is getting disconnected. 5-6 ഡിവൈസിന് മേലെ C30 S20 ആയിട്ടുണ്ട്. 6 ഡിവൈസെങ്കിലും എൻ്റെ ഡയറക്റ്റ് കോൺടാക്റ്റിൽ വന്നിട്ടുണ്ട്. എവരിബഡി സ്റ്റാർട്ടഡ് ഓർഡറിങ്. ഇത് ഫേസ് ബൈ ഫേസ് ആയിട്ടാണ് അവർ തന്നത്. സോ ആദ്യത്തെ ഐ തിങ്ക് വിത്തിൻ എ മന്ത് ഓർ 2 all of us started getting the devices. C30ക്ക് കുറച്ചൊരു റേഡിയോ കൈൻഡ് ഓഫ് വോയിസ് ആയിരുന്നു. ഇതിലേക്ക് ഇതിന് കുറച്ചും കൂടി എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ വന്നു. പാട്ട് ഞാനധികം കേൾക്കാറില്ല, സോ ഇറ്റ്സ് നോട്ട് ബിഗ് ഓഫ് എ കൺസേൺ ഫോർ മീ. ദെൻ ദിസ് തിങ് കെയിം, ബട്ട് അവിടെ അടുത്ത പ്രശ്നം, ഇതിൽ E-Ride Grid ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ടായിരുന്നില്ല. വിച്ച് മീൻസ് ലൈക്ക് ഇവരുടെ പരിപാടി പൊതുവെ എങ്ങനെയാണ്, ഇവർ കുറേ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്യും ആൻഡ് ദെൻ ദേ വിൽ ടേക്ക് എ ഹെൽ ലോട്ട് ഓഫ് ടൈം ടു ഫിക്സ് ഇറ്റ് പ്രോപ്പർലി, ഡു ഇറ്റ് ആൻഡ് ദെൻ പ്രോപ്പർലി ഡിവൈസിലേക്ക് കൊണ്ടുവരാൻ ഇരിക്കും. നമ്മളൊരു USB ഫീച്ചറിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് വാങ്ങിക്കുമ്പോൾ വാട്ട് വി യൂഷ്വലി എക്സ്പെക്ട് എന്താണ്, നമുക്കത് ഔട്ട് ഓഫ് ദ ബോക്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. ബട്ട് ദേ സെഡ് ലൈക്ക് യു ഗൈസ് ആർ ട്രെയിൽ ബ്ലേസേഴ്സ്, യു ആർ ഏർലി അഡോപ്റ്റേഴ്സ്, സോ യു ഹാവ് ടു കുറച്ച് സമയം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് നമ്മൾ OTA അപ്ഡേറ്റ് വഴി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ ഐ തിങ്ക് ഈവൺ ആഫ്റ്റർ OTA അപ്ഡേറ്റ്, ഫസ്റ്റ് OTA അപ്ഡേറ്റിലൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് OTA അപ്ഡേറ്റിൽ എന്തോ ആണ് E-Ride Grid ആക്റ്റീവായിട്ട് കാണുന്നത്, ആപ്പിൽ കാണുന്നുണ്ടെന്നുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഓക്കെ, വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ് ടു സെറ്റ് തിങ്സ് അപ്പ്. ആപ്പ് വീണ്ടും ആപ്പ് ക്രാഷ് ആവുന്ന ഇഷ്യൂസൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. സോ ആപ്പ് ക്രാഷ് ആവുന്നതുകൊണ്ട് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. പല ഫോണുകളിലും പല എക്സ്പീരിയൻസ്. കുറേ ട്രൈ ചെയ്തിട്ടാണ്, പിന്നെ ആ സമയത്തൊന്നും കണക്റ്റ് ആവാറേ ഇല്ല. നമ്മൾ കുറച്ച് നേരമൊക്കെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ ഫിഡിൽ ചെയ്തിരിക്കും. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, വൈ ബോദർ, ലെറ്റ്സ് ലീവ് ഇറ്റ് ആൻഡ് ദെൻ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ എൻ ഓപ്പൺ മെഷ്. സോ ഓപ്പൺ മെഷ് ഇടും. എങ്ങനെയാണോ C30 വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യും. ചിലർക്ക് ഇപ്പോൾ ഓൺ ദ ഫ്ലൈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവരുടെ ഓഡിയോ കട്ടായി പോകും, അവർ ഡിസ്കണക്റ്റ് ആയി പോകും. പിന്നെ ചിലപ്പോൾ റീസെറ്റ് അമർത്തേണ്ടി വരും, എന്നിട്ടൊക്കെയാണ് തിരിച്ച് കണക്റ്റ് ആവുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മെഷ് വാസ് ഓക്കെ. E-Ride Grid USB ഫീച്ചർ നെവർ വർക്ക്ഡ്. ദെൻ എല്ലാവരും ഇത് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും എല്ലാവരും ഈ ഓപ്പൺ മെഷ് ഇട്ടിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. E-Ride Grid ഒന്നും ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സർക്കിളിൽ ആരും ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഒരു തവണ സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യും എൻ്റെ കേസിൽ. സോ ഐ തിങ്ക് 2 of us were riding to നെല്ലിയാമ്പതി സംതിങ്. അപ്പോൾ ഒരു തവണ വർക്കായി, കുറച്ച് അധികം നേരം നന്നായിട്ട് വർക്കായി. പക്ഷെ ത്രൂ ഔട്ട് ദ റൈഡൊന്നും വർക്കായില്ല. റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം വർക്കായി, ദെൻ അങ്ങനെ പോയി. ഈ ഡിവൈസിൻ്റെ ഒരു മേജർ പ്രശ്നം, ഇറ്റ്സ് ക്വൈറ്റ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇതിന് ഒരു കൺസിസ്റ്റൻറ്റ് എക്സ്പീരിയൻസും ഇല്ല, ആർക്കും പറയാൻ പറ്റില്ല.
അപ്പോൾ എനിക്ക് മേ ബി കുറച്ച് കാര്യങ്ങളിൽ ബെറ്റർ ആയിരിക്കും, എനിക്ക് വേറെ ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും, വേറെ ചിലർക്ക് കണക്ടിവിറ്റി ഇഷ്യൂസ് ആണ്. ഇപ്പം ഡേ ബിഫോർ യെസ്റ്റർഡേ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന് വാട്ടർ ലോഗിങ് ആണ് ഇഷ്യൂ. അതിൻ്റെ ഉള്ളിൽ വെള്ളം പോവുക, അതിൻ്റെ ഈ ഡോക്കിൻ്റെ അകത്തോട്ട് വെള്ളം പോവും, ആൻഡ് ദെൻ ഇതിങ്ങനെ ഓഫാവും ഓണാവും, അങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കും. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് വാൽപ്പാറ റൈഡ് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് തിരിച്ചു വരുമ്പോഴേക്കും അതിൽ നിന്ന് ജസ്റ്റ് കൈൻഡ് ഓഫ് റേഡിയോ നോയ്സസ് മാത്രം വരാൻ തുടങ്ങി. അതായത് പ്രോപ്പർ സൗണ്ടോ ഒന്നുമില്ല, ഭയങ്കര അനോയിങ് ആയി തുടങ്ങി. ആൻഡ് ദെൻ ഐ ടേൺഡ് ഓഫ് ദ മെഷ്. വി ട്രൈഡ് റീസ്റ്റാർട്ടിങ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട്. പിന്നെ വീണ്ടും ഞാൻ നിജോനെ കണ്ടപ്പോഴാണ് അത് നമ്മൾ ട്രിപ്പിൾ ബട്ടൺ റീസെറ്റ് ചെയ്ത് പെയറിംഗ് ഒക്കെ റിമൂവ് ചെയ്ത് അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ശരിയായി. പിന്നെ അത് ഇപ്പോൾ ലാസ്റ്റ് നമ്മളെടുത്തപ്പോഴും വർക്ക് ചെയ്തു. വോളിയം താഴെ പോയി, പക്ഷെ വർക്ക് ചെയ്തു. സോ അങ്ങനെ ആർക്കും ഒരു കൺസിസ്റ്റൻ്റ് എക്സ്പീരിയൻസ് ഈ ഡിവൈസിലില്ല, ഒരുപാട് ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ആൻഡ് ദെൻ ഇതൊരു ഗിനിപിഗ് ഡിവൈസ് കൂടെയാണ്. അതായത് ഇവർ കസ്റ്റമേഴ്സിൻ്റെ മുകളിലാണ് പലതും ട്രൈ ചെയ്യുന്നത്. സോ ഇത് വന്നപ്പോൾ ഇവരിങ്ങനത്തെ ഒരു ഓഫറൊക്കെ ഇട്ട് എല്ലാവരെ കൊണ്ട് വാങ്ങിപ്പിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലംസൊക്കെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ദെൻ ഇപ്പോൾ അവർ C60 ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് കുറേ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എല്ലാം ഒന്ന് ഫിക്സ് ആയിട്ടുണ്ടാവും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ബിക്കോസ് അവരുടെ ഫീൽഡ് ടെസ്റ്റുകളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് കൂടെ അവർ ഫോക്കസ് ചെയ്തേനെ. സംഭവം നിങ്ങൾക്ക് ഇവരുടെ ഇൻട്രോ വീഡിയോ കണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ അനൗൺസ് ചെയ്തിട്ട് പറയുന്നത് കാണാം. റൈഡ് ടു ക്യാപ്റ്റൻ ടു ക്യാപ്റ്റൻ കമ്മ്യൂണിക്കേഷൻ, മ്യൂസിക് ഷെയറിങ്, അത് ഇത്. പക്ഷേ എത്ര പേര് അതൊക്കെ ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സംശയമാണ്. സോ അത് എത്രത്തോളം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും സംശയമാണ്. ബിക്കോസ് ദ പ്രൈമറി പർപ്പസ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ദെൻ മാക്സിമം മ്യൂസിക് കേൾക്കുക. സോ ഇൻ ബിറ്റ്വീൻ അതിൽ മ്യൂസിക് ഷെയർ ചെയ്യുക, അതൊക്കെ ഓക്കെ, നൈസ് ഇഫ് ഇറ്റ് ഇസ് ദെയർ. ഞാൻ പേഴ്സണലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ റൈഡുകളിൽ ഒരിക്കലും ആരും മ്യൂസിക് ഷെയർ ചെയ്യുന്നതായിട്ടോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോള് മെർജാവുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. കോൾ വരുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? കോൾ നമ്മൾ എടുക്കണം, ഇൻ്റർകോം മെഷീൻ നമ്മൾ ഡിസ്കണക്ട് ആവണം, ആൻഡ് ദെൻ നമ്മൾ സംസാരിക്കുക, കട്ട് ചെയ്ത് തിരിച്ചു വരിക. അൺലെസ് നമ്മൾ മാനുവലി മെർജ് ചെയ്യാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. സോ മാനുവലി മെർജ് ചെയ്യണമെങ്കിലും ഒരു കീ കോമ്പിനേഷൻ പഠിച്ചു വയ്ക്കണം. പക്ഷേ ഇതല്ലാണ്ട് തന്നെ പലപ്പോഴും ഓട്ടോ മെർജ് ആവും. പലതവണ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പലപ്പോഴും പ്രൈവറ്റ് കോൾസ് മെർജായി വന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു യൂസ്ലെസ് ആക്സസറി ഈസ് ലൈക്ക് ദിസ് തിങ്. ഇതൊരു റിമോട്ടാണ് ആക്ച്വലി. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നാമത് എൻ്റെ ഡിവൈസായിട്ട് ഇത് പ്രോപ്പർലി പെയർ ആവില്ല. ടീ സ്റ്റിക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. പ്രോപ്പർലി പെയർ ആവില്ല. പെയർ ചെയ്യാൻ നോക്കിയാലും പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. ദെൻ ഇതിന് ഇങ്ങനത്തെ ഒരു ജോയ്സ്റ്റിക്ക് മെക്കാനിസമാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഈ വെൽക്രോ വെച്ചിട്ട് നമ്മൾ ഹാൻഡിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത് സ്റ്റേഡി ആയിട്ടൊരു പോയിന്റിൽ മൗണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇളകി കളിക്കും. സോ ഞാൻ തോറ്റി, ഇത് നടപടിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഐ സ്റ്റോപ്പ് യൂസിങ്. സോ അങ്ങനത്തെ കുറേ യൂസ്ലെസ് ഫീച്ചേഴ്സ്. എന്നാൽ ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് പ്രസ് കൈൻഡ് ഓഫ് ബട്ടൺ ആണെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. ദേ മെസ്ഡ് ഇറ്റ് അപ്പ്. സോ ഐഡിയ വാസ് നൈസ്, ബട്ട് പ്രോപ്പർലി വർക്ക് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേര് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. സോ അങ്ങനെ കുറേ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്, വെരി ഇൻകൺസിസ്റ്റൻറ്റ്. ദ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ഇസ് ഇൻകൺസിസ്റ്റൻറ്റ്. നിങ്ങൾ റിവ്യൂസ് എടുത്ത് നോക്കിയാലും കാണാം, പലർക്കും ആപ്പ് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ട്, പലർക്കും റൈഡിൽ ഡിസ്കണക്റ്റ് ആയി പോകുന്ന ഇഷ്യൂ ഉണ്ട്. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഉള്ള പേഴ്സണായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ആയിട്ട് മെഷിൽ കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. റേഞ്ച് ഇസ് ലൈക്ക് ഫെയർലി ഗുഡ്, മെഷ് ഇസ് ഗുഡ്, ബട്ട് ദർ ആർ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ്. അങ്ങനെയൊക്കെയാണ് ഡിവൈസ്. ആൻഡ് ദെൻ company treats you as a guinea pig, at least for C50 Pro that has happened, because C50 Pro is no more. I think it is C60 now. So we are stuck with this device, else we have to spend another 10-12k and upgrade to C60. So for a normal rider unless you are like super rich, every year you're spending 10-12k to buy something like this, and that makes a hell lot of issues, is like really annoying. എൻ്റെ ഒരു പേഴ്സണൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പലർക്കും ഇഷ്യൂസ് ഉണ്ട്. അവരും പലർക്കും ഇത് റെക്കമെൻഡ് ചെയ്തിട്ട് അവർ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ഇതേപോലത്തെ ഒരുപാട് ഇൻകൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ട്. സോ ബ്ലൂ ആർമർ, പ്ലീസ് പ്ലീസ് ടേക്ക് ടൈം before announcing something. Take time to validate that idea, work on it, do field test, and get actual feedbacks from proper riders. And then
iron out all the bugs before you release, before you announce, and then come up with something. And I'm thanking you for creating something like this in India. uh, it's like a very niche market, but you guys are still investing your effort, money and everything into it. But don't rush. People will support you for sure. Rather than iterating every year with some marginal improvements, work on something, iron out the issues, fix the things, make sure everyone has a consistent experience. This is my humble request to you. Take the criticism, work on it. ഇനി നിങ്ങൾ ഈ ഡിവൈസ് വാങ്ങണോ വേണ്ടേ എന്നുള്ളത് അഗെയിൻ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ റൈഡിങ് ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ബ്ലൂ ആർമർ ഡിവൈസസ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങളിത് ഉപയോഗിക്കേണ്ടി വരും. ഇനി അതല്ല, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ ഓൾറെഡി സെനയാണ് അല്ലെങ്കിൽ കാഡോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോ നീറ്റ്, നിങ്ങൾ ഇതിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. ജോയിൻ ദം റാദർ ദാൻ ഡ്രാഗിങ് ദം ഇൻ ടു ഡിഫറെൻറ്റ് തിങ്. Or if you are in a blue armor ecosystem, you have no choice. You can buy any of the new devices. എനിക്ക് തോന്നുന്നത് ഈ പ്രോ പ്ലസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് മിക്കതും ചുമ്മാ മാർക്കറ്റിംഗ് ജാർഗൺസ് ആണ്. വാട്ട് യു നീഡ് ഇസ് ലൈക്ക് എ സിമ്പിൾ 3-button layout to do the basic controls. You can pick up the call, turn on your grid and stuff, and then the music playback, play and pause and minimum stuff. I think C60 has voice commands. If it works, great. That's more than enough. And then wiring harness really difference, like uri vekkavunna speaker, it doesn't make much of a difference because നിങ്ങൾ വൺസ് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്പീക്കറും ഈ മൈക്കും അസംബ്ലി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ്. യു ഡോണ്ട് ഓഫൺ റിമൂവ് ഇറ്റ് ആൻഡ് ദെൻ റീകണക്ട് ഇറ്റ്. അങ്ങനെയൊന്നുമില്ല. ആൻഡ് ദെൻ ഇവർ പറയുന്ന കണക്റ്റിംഗ് വിത്ത് ആക്ഷൻ ക്യാമറ, അത് Insta360യുടെ ഒരു ഫീച്ചറാണ്. Insta360 X3 ഓൺവേർഡ്സ് ഐ തിങ്ക് ഇറ്റ് ക്യാൻ കണക്ട് ടു എനി ബ്ലൂടൂത്ത് ഡിവൈസ് and then can record. ഇത് ഞാൻ DJI Osmo Action 4ലാണ്. ഇതിലത് പറ്റുന്നില്ല. It's not possible. DJI doesn't support Bluetooth mics unless there is a adapter in it. So I think it is same for 5 and 6. So DJIയിൽ ഇത് നടക്കാൻ യാതൊരു സാധ്യതയില്ല. So buy a bare minimum device. No need to go for all these fiddly, the handle button, blah 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 stuff. Just the intercom and then the button layout, whatever comes with it, the basic stuff is more than enough. C60 may be of better quality. Of course, C50 Pro അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ C60 ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് തന്നെയായിരിക്കും ഇറക്കിയിട്ടുണ്ടാവുക. സോ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും, ബട്ട് എക്സ്പെൻസീവ്. അധികം പേരിൽ നമ്മൾ ഗ്രൂപ്പിലുള്ളവർ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള മൈൻഡിലില്ല. സോ എവറി ഇയർ ഐ കനോട്ട് സ്പെൻഡ് 10-12K. No need to fall for any kind of marketing stuff. Pro plus XYZ. Opt for something simple. I think C40 is enough for almost all the riders. കുറച്ച് നീണ്ടുപോയി എന്ന് തോന്നുന്നു. സോറി. ഇതാണ് എൻ്റെ ഇതൊരു ലൈക്ക് ഔട്ട് ഓഫ് മൈ മൈൻഡ് വന്നത്. സ്ക്രിപ്റ്റഡ് സംഭവമൊന്നുമല്ല. സോ സ്ട്രേറ്റ് അവേ മൈൻഡിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. So you can share your experiences down below as comments. So let's discuss further more about the device there. Thank you for watching. Stay tuned for more videos.